നമസ്കാരം. മറ്റൊരു വൈകുന്നേരത്തിൽ ഞാൻ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നേരം വൈകുന്നേരം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പുഴയിലെ സ്ത്രീകളുടെ തിരോധാനം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിൽ പ്രധാന പ്രതി സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തേക്ക് വിടുകയാണ്. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങൾ സെബാസ്റ്റ്യന്റെ ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ്. എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ അപായപ്പെടുത്തുന്നത് എന്നത്, പിന്നീട് തെളിവ് നശിപ്പിക്കുന്നത് എന്നത് കേട്ടാൽ മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകും. അത്രമാത്രം കൊടും ക്രൂരനാണ് സെബാസ്റ്റ്യൻ എന്നത് കൂടുതൽ വെളിവാകുന്നു. ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ സുപ്രധാന മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. ബിന്ദുവിനെ കഴുത്ത് ഞെരിച്ചാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് എന്നത് അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിക്കുന്നു. അത് സെബാസ്റ്റ്യന്റെ മൊഴിയിലൂടെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. മൃതദേഹാവശിഷ്ടങ്ങൾ രണ്ടിടങ്ങളിലായി മറവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. അത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് എല്ലാ കൊലപാതകങ്ങളും നടക്കുന്നത് എന്നത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നു. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ കഴുത്ത് ഞെരിച്ചും ഒപ്പം തന്നെ തലക്കടിച്ചുമുള്ള കൊലപാതകങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ബിന്ദു പത്മനാഭനെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൈനമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി അത് പള്ളിപ്പുറത്തെ വസതിയിൽ പലയിടങ്ങളിലായി ചെറുഭാഗങ്ങളായി മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു. 2 മാസത്തോളം കാത്തിരിക്കുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ അഴുകി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അതിൽ നിന്നും എല്ലുകൾ വേർപെടുത്തി അത് കത്തിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം. നോക്കൂ, എത്ര ആസൂത്രിതമായി കൊലപാതകം നടത്തുന്നു, അതിനുശേഷം തെളിവ് നശിപ്പിക്കുന്നു എന്നത് സെബാസ്റ്റ്യൻ ഇന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ എന്തായാലും പൂട്ടും എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന്റെ CI തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊല നടത്തിയിരിക്കുന്നതെല്ലാം തന്നെ ഈ വീട് കേന്ദ്രീകരിച്ചായിരിക്കും. ഇവിടെ വെച്ച് അത് പല ഭാഗങ്ങളായി മുറിച്ച് പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് കാണും. അല്ലെങ്കിൽ അത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ജീർണിപ്പിച്ച ശേഷം അസ്ഥി കഷ്ണങ്ങൾ ഏതെങ്കിലും ലായനിയൊക്കെ ഉപയോഗിച്ച് കത്തിച്ച് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ അത് പല ഭാഗങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ക്രൈം നടത്തിയതിൽ പുള്ളി ഒറ്റക്കായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്രയും നാളുകളായിട്ടും പുറത്തേക്ക് കാര്യങ്ങളൊന്നും, ഐഷയാണെങ്കിലും ഈ ജൈനമ്മ കേസാണെങ്കിലും അവസാനം വന്നിരിക്കുന്ന നമ്മൾ കൂത്താട്ടോളം കേസ് ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട് ഏലിയാമ്മയുടെ, അതും വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം DNA പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. രക്തസാമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ജൈനമ്മയുമായി ബന്ധപ്പെട്ട് സാമ്യമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും നമ്മുടെ DNA പരിശോധനാ ഫലം പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇത് ഐഷയാണോ ബിന്ദുവാണോ ജൈനമ്മയാണോ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്ത കേസാണെങ്കിലും ഒക്കെ അത് ആരുടേതാണെന്ന് തിരിച്ചറിയണം. ഇനി ഇതൊക്കെ മാറ്റിവെച്ച് മറ്റൊരു സ്ത്രീയാണെങ്കിൽ അന്വേഷണം ആ വഴിക്കും പോകേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കേട്ടത് അന്വേഷണ സംഘാംഗത്തിന്റെ പ്രതികരണമല്ല. അത് ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കാം. ഇപ്പോൾ കേട്ടത് ഈ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് അവിടെ രൂപീകരിച്ചിട്ടുള്ള കർമ്മസമിതിയുണ്ട്, ഒരു കൗൺസിലുണ്ട്. അവരുടെ പ്രതിനിധിയായ രൂപേഷിന്റെ പ്രതികരണമാണ് കേട്ടത്. അവർ സമരസമിതി പ്രതിനിധി രൂപേഷ് ന്യൂസ് 18നോട് പ്രതികരിച്ചതാണ് കേട്ടത്. ഒറ്റയ്ക്കായിരിക്കാം സെബാസ്റ്റ്യൻ ഇതൊക്കെ നടത്തിയത് എന്ന ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം കൂട്ടാളികൾ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവരങ്ങൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വരും എന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയുണ്ട്. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന കാര്യം പറയുന്നു. സെബാസ്റ്റ്യൻ കുടുങ്ങുമെന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുള്ള സാഹചര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നോക്കൂ, ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം നടന്നിട്ട് 20 വർഷമാകുമ്പോഴാണ് ഇപ്പോൾ അതിലെ പ്രധാന കുറ്റവാളി അഴിക്കുള്ളിലാകും എന്ന ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അയാൾ കുറ്റം സമ്മതിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നത് വെളിച്ചത്തേക്ക് വരുന്നത്. ഇത്രയും നാളും വെറും തിരോധാനം എന്ന നിലയിൽ തിരോധാന കേസ് മാത്രമായി കണ്ട് എഴുതി തള്ളിയിരുന്ന കേസിലാണ് ഈ നിലയ്ക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ വലിയ വിശ്വാസമാണ് അവർക്കുള്ളത്.
എന്തായാലും ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കേൾക്കാം. പല ഭാഗങ്ങളിൽ ഇത് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ സർ ഇതിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അതെ അതെ തീർച്ചയായിട്ടും സർ ഒന്ന് നിർണായകമായ ഒരു ഘട്ടത്തിലല്ലേ ഇത് നിൽക്കുന്നത്? തീർച്ചയായും അതെ. ബാക്കി കാര്യങ്ങൾ നടപടികൾ പ്രൊസീജിയർ നടക്കുകയാണ് നമ്മുടെ. എന്തായാലും പിടിക്കപ്പെടും. തീർച്ചയായിട്ടും. സെബാസ്റ്റ്യൻ പിടിക്കപ്പെടും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അന്വേഷണ സംഘം. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. സെബാസ്റ്റ്യനെ പൂർണ്ണമായും കുടുക്കാൻ പറ്റുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്നത് മനസ്സിലാക്കുന്നു. ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിലും ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലും എത്തിച്ച് സെബാസ്റ്റ്യനെ തെളിവെടുത്തിരുന്നു. ഈ 2 സ്ഥലങ്ങളിലുമായിട്ടാണ് ബിന്ദു പത്മനാഭന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സെബാസ്റ്റ്യൻ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം ആ 2 സ്ഥലത്തുമായി തെളിവെടുപ്പ് നടന്നത്. നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്, നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതുതന്നെയാണ് അന്വേഷണ സംഘാംഗത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സെബാസ്റ്റ്യൻ എന്തായാലും കുടുങ്ങുമെന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ട് അത് ബിന്ദു പത്മനാഭന്റെ തിരോധാനം, ഐഷയുടെ തിരോധാനം, ഒപ്പം തന്നെ ജയനമ്മയുടെ തിരോധാനം, ഇത് ജയനമ്മയുടേതൊക്കെ കൊലപാതകമാണ് എന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അത് കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് എല്ലുകൾ പുറത്തെടുത്ത് അത് കത്തിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള വലിയ ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഫോറൻസിക് പരിശോധനകൾ നടത്തിയാൽ പോലും ഇത് ആരുടേതെന്ന് തെളിയുമോ എന്ന കാര്യത്തിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പല ആളുകളുടെ അസ്ഥിയുടെ ഭാഗങ്ങളാണ് എന്ന തരത്തിൽ വരുന്നു. അതൊക്കെ അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് അന്വേഷണ സംഘത്തിൽ. എങ്കിൽ പോലും സെബാസ്റ്റ്യൻ കുടുങ്ങും എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ശരണ്യ സ്നേഹജൻ നമ്മളോടൊപ്പം ചേരുന്നു. ശരണ്യ, സെബാസ്റ്റ്യൻ കുടുങ്ങുമെന്നത് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ന് നിർണായക തെളിവെടുപ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. നിർണായക തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം കൈക്കലാക്കി എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ കൊലപാതകം നടത്തിയ സ്റ്റൈൽ, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ ഉള്ള നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? തീർച്ചയായിട്ടും രേണുക, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ കാണുന്ന സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്, ഈ വീട് കേന്ദ്രീകരിച്ച് വളരെയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് പള്ളിപ്പുറത്തെ ഈ വീട് കേന്ദ്രീകരിച്ച് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസായി മാറിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ബിന്ദു പത്മനാഭൻ കേസ്, ആ കേസും അങ്ങനെ ഒരു അന്വേഷണ വഴിയിൽ ഇപ്പോൾ മറ്റ് നിർണായകമായ വിവരങ്ങളിലേക്കും സെബാസ്റ്റ്യൻ എന്ന ക്രൂരമായ വ്യക്തിയുടെ കൊലപാതക പരമ്പരയിലേക്കും അത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വീട്, അതായത് ഇന്ന് രാവിലെ അന്വേഷണ സംഘം ഇവിടെ ഈ വീട് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ, ഈ സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ്, ഇത്ര പൈശാചികമായാണോ എന്നുള്ളത് നമുക്ക് അറിവില്ല. സൂചനകൾ ഉണ്ടായിരുന്നു, മൃതദേഹം മുറിച്ചിട്ടുണ്ടെന്നുള്ള സൂചനകളൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ വീടിന്റെ ഈ 2004 മുതൽ സെബാസ്റ്റ്യൻ ഈ വീട്ടിൽ ഈ വീട് സെബാസ്റ്റ്യന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സെബാസ്റ്റ്യന്റെ സഹോദരൻ അത് സംബന്ധിച്ച മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ സെബാസ്റ്റ്യന്റെ മുറിയിലായിരുന്നു ഈ കൊലപാതക പരമ്പരകളൊക്കെ അരങ്ങേറിയത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭനെ ഇവിടെ എത്തിച്ചു. ബിന്ദു പത്മനാഭന്റെ കഴുത്ത് ഞെരിച്ച് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ജൈനമ്മയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദുവിന്റെ ശരീരം, അതായത് ഇയാൾ ചെയ്യുന്നത് ഓരോന്നും കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ്. കൊലപാതകം നടത്തുന്നു, ബോഡിയിൽ നിന്നും രക്തം കട്ട പിടിക്കുന്ന ഒരു സമയം കണക്കാക്കുന്നു. അത് കണക്കാക്കി അതിനുശേഷമാണ് മൃതദേഹങ്ങൾ മുറിച്ചതെന്നൊക്കെ അന്വേഷണ സംഘം പറയുമ്പോൾ നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും അറിയാത്ത മട്ടിൽ സെബാസ്റ്റ്യൻ ഇന്ന് തെളിവെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും നടക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് പാസ്റ്റിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നേ ഇല്ല, പ്രസന്റിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അയാൾ രക്തം കട്ട പിടിക്കുന്ന ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ മൃതദേഹങ്ങൾ മുറിച്ച് പല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അയാൾ ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചു മൂടി എന്നുള്ളതാണ്. ചെറിയ ചെറിയ കുഴികൾ, സംശയിക്കാതിരിക്കാൻ ചെറിയ കുഴികൾ എടുത്ത് ആ കുഴികളിലാണ് ഇത് ഡിസ്പോസ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഒരു 2-2.5 മാസത്തോളം ഇത് അഴുകുന്ന ഒരു സമയകാലാവധി അയാൾ കാത്തുനിന്നതിന് ശേഷം ആ മൃതദേഹാവശിഷ്ടങ്ങളിലെ മറ്റ് എല്ലുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുക. ഇതായിരുന്നു അയാളുടെ ഒരു മോഡസ്. അതിൽ തന്നെ ജൈനമ്മയിലേക്ക് വന്നപ്പോൾ ജൈനമ്മയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തി എന്നുള്ളതാണ്.
ഐഷ തിരോധാന കേസിലുമൊക്കെ നിർണായകമായ ചുവടുവെപ്പിലേക്ക് അടുത്ത ദിവസം അന്വേഷണ സംഘം പോവും. ഇവിടെ വന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും റെഗ്രറ്റ്സ് അയാൾക്കില്ല. ഈ സെബാസ്റ്റ്യൻ കാണിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും, പ്രമേഹ പ്രശ്നങ്ങളൊന്നും അയാളുടെ ശാരീരികമായ അവസ്ഥയെ യാതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കൊടും, അത് ഒരുപക്ഷെ ഇന്ത്യയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൊടും ക്രിമിനൽ എന്ന് തന്നെ സെബാസ്റ്റ്യനെ പറയാം. എല്ലാം സ്നേഹിച്ച് വിശ്വസിച്ച് കൊണ്ടുവന്ന സ്ത്രീകൾ, നിരാലംബരായ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, അവരെയാണ് ഈ വീട്ടിലെത്തിച്ച് അയാൾ കൊല ചെയ്തത് എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ എന്നുള്ള രീതിയിൽ ജയ എന്ന സ്ത്രീയെ കൊണ്ടുപോയി മറ്റൊരു സ്റ്റുഡിയോയിൽ എത്തിച്ച് അവരുടെ രൂപം ജയയുടേതുപോലെ ആക്കി ഫോട്ടോ എടുത്തതടക്കമുള്ള ഫോട്ടോകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം പണമായിരുന്നു ലക്ഷ്യം. ബിന്ദുവിന്റെ പണം അയാൾ നേടിയെടുത്ത ശേഷം തന്നെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് എത്തിയ ബിന്ദുവിനെയാണ് അയാൾ കൊലപ്പെടുത്തി മാറ്റിയത് എന്നുള്ളതാണ്. ഐഷ തിരോധാന കേസിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഐഷയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. വളരെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ CI ഹേമന്ത് അടക്കമുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചു. ഇതായിരുന്നു രീതി, കൊലപ്പെടുത്തുന്ന രീതി ഇതായിരുന്നു. മാത്രമല്ല ഈ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി രൂപേഷ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കായിരിക്കാം ഇതൊക്കെ ചെയ്തത് എന്നതാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വന്നേനെ, ആളുകൾ ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളായതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഈ 20 വർഷക്കാലം ഇത്ര ഒരു മനുഷ്യർ പോലും അറിയാതെ ഇത്ര ദുരൂഹമായി ഇത് തുടർന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതിനുള്ള സാധ്യതകൾ അന്വേഷണ സംഘം തള്ളുന്നുണ്ടോ, അതോ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, വലിയ ഭൂമാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന നേരത്തെ വന്ന ചില നിഗമനങ്ങളുണ്ട്, അതിലാണോ അന്വേഷണ സംഘം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ? ഭൂമാഫിയയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. അത് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബിന്ദുവിന്റെ ഭൂമി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഭൂമാഫിയ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇപ്പോൾ സമയം ഏകദേശം 5:15 ആയിരിക്കുന്നു. ഈ പരിസരം ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു ഇലയിണക്കം മാത്രമേ ഈ സ്ഥലത്തുള്ളൂ എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ ആ വീടാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഇവിടേക്ക് വരാൻ ഭയപ്പെടും. കാരണം എല്ലാവരും പോയി കഴിഞ്ഞു, ഇപ്പം നമ്മൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആര് കയറി വരാനാണ്, എങ്ങനെ അറിയാനാണ്? എല്ലാ സ്ത്രീകളെയും കൃത്യമായി സെബാസ്റ്റ്യൻ അവരെ വിശ്വാസത്തിലെടുക്കും. വിശ്വാസവും സ്നേഹബന്ധങ്ങളും ഒക്കെ അവർ വെച്ച് പുലർത്തും. ഏറ്റവും ഒടുവിൽ ക്രൂരമായി അവരെ കൊലക്കത്തയ്ക്ക് ഇരയാക്കും. അയാളുടെ ഒരു കയ്യിലുള്ള ഒരു വെട്ടരിവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ജൈനമ്മ കേസിൽ. അത് തന്നെയാണ് എല്ലാ കേസിലും അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഈ വീട്ടിൽ എന്ത് നടന്നാലും ആർക്കും ഒന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു ക്രൈം സീനായി മാറ്റിയിരിക്കുന്നു. ഇവിടെ മറ്റാളുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ സംഘം ഉൾപ്പെടെ ഇവിടേക്ക് ഇന്ന് വന്നു, അവരെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ കാട് പിടിച്ചു കിടക്കുന്ന വീട്ടിൽ പിന്നെ ഇയാൾ കൊലപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുമായി ബന്ധമുണ്ട്, ഒരു പക്ഷേ ഇവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് അറിയാം. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൊലപാതകം നടത്തുന്ന കാര്യം അയാൾ ആരോടും ഷെയർ ചെയ്യാറില്ല. എപ്പോഴാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്നാണ് നടന്നത്, ഏത് സമയത്ത്, അത്തരം ഒരു വിവരവും അയാൾ പറയാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അതിനകത്ത് അതീവ സീക്രട്ടായിട്ടാണ് ആ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. എന്തായാലും ബിന്ദു പത്മനാഭൻ കേസിൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്ന കസ്റ്റഡിയിലെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ സെബാസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിച്ച് സെബാസ്റ്റ്യന് മാത്രം അറിവുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വരികയാണ്. ന്യൂസ് 8 അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. ബിന്ദു പത്മനാഭനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ കേസിൽ സെബാസ്റ്റ്യൻ കുരുങ്ങുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ദുരൂഹമായ വീടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എത്ര സ്ത്രീകളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാകാൻ. നമുക്ക് മുന്നിലേക്ക് എത്തിയ തിരോധാനങ്ങൾ സംബന്ധിച്ച് അതൊക്കെ കൊലപാതകങ്ങളാണ് എന്ന കാര്യം കൂടി തെളിയുന്നു. രാജ്യം കണ്ട ഏറ്റവും ക്രിമിനലായ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്നത് കൂടി ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് ഈ നിർണായക വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊപ്പം പങ്കുവച്ചത്. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് അവിടെ. രണ്ട് കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒന്ന് ബാലരാമപുരത്തെ കുട്ടിയുടെ കാര്യമാണ്.
കേരളം കേട്ട് ഞെട്ടിയതാണ് കിണറ്റിലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആ കുഞ്ഞിന്റെ കഥ. ചിരിച്ച മുഖത്തോടു കൂടി മാത്രം നാട്ടുകാർ കണ്ട ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്നതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന കാര്യമെങ്കിൽ അമ്മാവൻ മാത്രമല്ല, അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു. ദേവേന്ദുവിന്റെ മരണത്തിൽ അമ്മ ശ്രീധുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ന് പുറത്തുവന്നത്. അവരുടെ പങ്ക് അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുന്നു. ശ്രീധുവിന്റെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീധുവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ശ്രീധുവിനെ പാലക്കാട് നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ശ്രീധുവിന്റെ സഹോദരന് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്ക് എന്നതായിരുന്നു വന്നിരുന്ന വാർത്ത. എന്തായാലും ഏറെ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കേസിൽ അമ്മാവൻ ഹരികുമാറാണ് ആദ്യം അറസ്റ്റിലായത്. ശ്രീധുവും ഈ ഹരികുമാറും തമ്മിൽ സഹോദരന്മാരാണ് എങ്കിൽ പോലും ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് എന്നത് കൂടി തെളിയുന്നു. അന്വേഷണ സംഘം ഇരുവരുടെയും ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. അങ്ങനെ നടന്ന അന്വേഷണത്തിലാണ് ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധം എന്നത് സ്ഥിരീകരിക്കുന്നത്. ആ ബന്ധത്തിന് ഈ കുട്ടി ദേവേന്ദു തടസ്സമാണ് എന്നതിനെ തുടർന്ന് ഹരികുമാർ ആദ്യം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നതാണ് പുറത്തുവന്ന വാർത്തയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നതാണ് ആദ്യം പുറത്തുവന്ന വാർത്ത. ശ്രീധുവും അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. അതിനുശേഷം ഹരികുമാറിനെ അറസ്റ്റ് ചെയ്തു. ആദ്യം ഹരികുമാർ ഈ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു. എന്നാൽ പിന്നീട് ശ്രീധുവിന്റെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്നത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയായിരുന്നു. ആദ്യം അന്വേഷണ സംഘം അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ പരിശോധനയിൽ ഉൾപ്പെടെ ഇത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ദേവേന്ദു എന്ന 2 വയസ്സുകാരി ആ കുഞ്ഞിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞതൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രം കാണുന്ന, ഒന്നും തിരിച്ചറിയാൻ പോലും കഴിയാതിരുന്ന ഒരു കുഞ്ഞിനെയാണ് അത്ര നിഷ്ഠൂരമായി സ്വന്തം വീട്ടിലെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി കളഞ്ഞത്. അത് അമ്മാവൻ മാത്രം ചെയ്തതല്ല, സ്വന്തം അമ്മയും അതിന് കൂട്ടുനിന്നു. അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ആ കൊലപാതകം നടന്നത് എന്ന് വരുന്നു. ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് വെറും 2 വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ലോകം അത് നോക്കിക്കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു അമ്മ തന്നെ മുൻകൈ എടുത്ത് ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നത് എത്ര വലിയ കുറ്റകൃത്യമാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് അമ്മ തന്നെ കൂട്ടുനിന്നു. അത് സ്വന്തം അമ്മാവൻ ആ കൃത്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ഈ വാർത്ത എന്നിട്ടെന്തായി എന്ന സെഗ്മെന്റിലൂടെ പോലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ നമ്മൾ അതിന് പുറകെ സഞ്ചരിച്ചതാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നാട്ടുകാരിൽ നിന്നും മറ്റുമൊക്കെ ലഭ്യമായിരുന്നു. അപ്പോൾ പോലും നമ്മൾ സമൂഹത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വഴിവിട്ട ബന്ധത്തിൻ്റെ കഥകൾ വരുന്നു. പക്ഷേ അതൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്ന ഏറ്റവും മോശം സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ശ്രീധു അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് നമുക്ക് ആശിക്കാം. ഈ ഭൂമിയിലേക്ക് വന്ന വെറും 2 വർഷത്തിനകം സ്വന്തം അമ്മയുടെ കൈകളാൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്താൽ അതിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു വാർത്ത ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണേണ്ടത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. 4.5 വയസ്സുള്ള ഒരു കുട്ടിയെ ചട്ടുകം ഉപയോഗിച്ച് സ്വന്തം അമ്മ ക്രൂരത കാട്ടിയതിൻ്റെ വിവരമാണ് അവിടെ നിന്ന് പുറത്തു വന്നത്. 4.5 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെയാണ് ഈ രീതിയിൽ ക്രൂരത കാട്ടിയത്. കായംകുളം പുതുവിള സ്വദേശിയായ യുവതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കുട്ടി അതിൻ്റെ വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയതാണ് ഈ അമ്മയെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത്. അമ്മയെ കനകക്കുന്ന് പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചതിന് ശേഷം അമ്മ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിൽ അമ്മ പറഞ്ഞത് ചപ്പാത്തി ചുട്ട കല്ലിൽ കുട്ടി അറിയാതെ ഇരുന്ന്
അപകടം പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഡോക്ടർമാർക്ക് ഇത് കണ്ടപ്പോൾ സംശയം തോന്നി. അങ്ങനെ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ അമ്മ മനഃപൂർവ്വം ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. വലിയ മുറിവാണ്, പൊള്ളലേറ്റ വലിയ മുറിവാണ് കുട്ടിയുടെ ശരീരത്തിലുള്ളത്. ഈ അമ്മ ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഈ യൂട്യൂബർ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ ചെന്നാൽ വലിയ രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു, ശല്യപ്പെടുത്തിയാൽ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു എന്ന് അമ്മായിയമ്മ മൊഴി നൽകിയിട്ടുണ്ട്. CWC ഇതിൽ ഇടപെടുകയും പരാതി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ കുട്ടിക്ക് വലിയ ദേഹോപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛൻ്റെ അമ്മ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അവരുടെ തന്നെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്തായാലും കൊടും ക്രൂരതയാണ് ആ കുഞ്ഞിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അത്ര വലിയ മുറിവാണ്. അതിനുശേഷം അവർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ടോ എന്നത് വ്യക്തമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് കുട്ടി ശല്യപ്പെടുത്തുകയാണ് എങ്കിൽ കനത്ത ദേഹോപദ്രവം ഏൽപ്പിക്കുക പതിവായിരുന്നു എന്ന് ആ സ്ഥലത്തെ വാർഡ് മെമ്പർ പറയുന്നു. അയാളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പൊള്ളി എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽഫെയറിൽ വിളിച്ച് പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിൻ്റെ അകത്തിൽ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത്. അത് 2 ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനകക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിയുടെ അച്ഛൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. അമ്മയ്ക്കും പിതൃമാതാവിനുമൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം, രാജ്യം സംരക്ഷിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ മകനാണ്. വീട്ടിലൊരു സുരക്ഷയും ആ കുട്ടിക്ക് ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിൽ ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം പിതൃമാതാവ് തന്നെ CWCക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, അച്ഛനും അമ്മയ്ക്കും കുട്ടിയുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമാണ്. എങ്കിൽ പോലും അമ്മ എന്ന് പറയുന്ന സങ്കല്പം അത് ഒരു സംരക്ഷണ വലയമാണല്ലോ. പക്ഷേ അതിനുള്ളിൽ ആ കുട്ടി, നമ്മൾ ബാലരാമപുരത്തെ കുട്ടിയായാലും ഈ കുട്ടിയായാലും അതിനുള്ളിൽ സുരക്ഷിതയായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരത അതൊരിക്കലും അനുവദിക്കുക വയ്യ. അത് ആരുടെ ഭാഗത്തു നിന്നായാലും, അമ്മയുടെ ഭാഗത്തു നിന്നായാലും അച്ഛൻ്റെ ഭാഗത്തു നിന്നായാലും ഒരിക്കലും അനുവദിച്ചുകൂടാത്തതാണ്. എന്തായാലും ഇതിൽ CWC ആയാലും പോലീസ് ആയാലും ഒക്കെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 2 കേസിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഒരു കുട്ടികൾക്കും ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ലോകത്തിന്റെ തന്നെ എല്ലാ വിധത്തിലുമുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അവഗണിച്ച് ഗാസയിൽ നരനായാട്ട് തുടരുകയാണ് നെതന്യാഹു. ആ യുദ്ധം തുടരും, ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ തുടരും എന്നത് ആവർത്തിച്ച് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ നെതന്യാഹു ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് ഇന്നലെ UN-ൽ നിന്ന് പുറത്തു വന്നത്. ആ നെതന്യാഹു ഒരു ഭീരുവാണ് എന്ന് തെളിയിക്കുന്ന മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു. അത് UN-ലേക്കുള്ള നെതന്യാഹുവിൻ്റെ യാത്ര സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്കത് പരിശോധിക്കാം. ആദ്യം UN-ൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ, യുദ്ധ കുറ്റവാളിയാണ് നെതന്യാഹു എന്ന കാര്യത്തിൽ സംശയമില്ല. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് കണ്ടെത്തിയത് UN ആണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ അതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് UK-യും ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്.
അവിടെ വെടിനിർത്തൽ അടിയന്തരമായി പ്രഖ്യാപിക്കണം എന്ന ഇടപെടലുകൾ ലോകരാഷ്ട്രങ്ങളും UN ഒക്കെ നടത്തി വരുമ്പോഴും അതിന് ഒരു തരത്തിലും വഴങ്ങിക്കൊടുത്തിട്ടില്ല നെതന്യാഹു. ഒപ്പം തന്നെ നെതന്യാഹുവിന് എല്ലാ പിന്തുണയും നൽകുന്ന ട്രംപും. ഈ നെതന്യാഹു ഇന്നലെ UN പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാൻ എത്തുമ്പോൾ അവിടെ സംഭവിച്ചതാണ് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ദൃശ്യങ്ങൾ. നെതന്യാഹു സംസാരിക്കാൻ വരുമ്പോൾ അവിടെ മറ്റു രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ എണീറ്റു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം. Please order in the hall. 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 ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാനായി എത്തിയപ്പോൾ അത് ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രപ്രതിനിധികളെയാണ് നമ്മൾ കണ്ടത്. അത് ലോകത്തിന്റെ പ്രതീക്ഷയാണ്. കാരണം ലോകത്ത് സമാധാനം കാക്ഷിക്കുന്നവർ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു ആ ബഹിഷ്കരണം. ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒപ്പം തന്നെ US-ന്റെയും UK-യുടെയും ഏറ്റവും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായി. പകരം ജൂനിയർ നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് ഈ രാഷ്ട്രങ്ങൾ അവിടെ നിയോഗിച്ചിരുന്നത്. ഒപ്പം തന്നെ നെതന്യാഹു സംസാരിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ബാക്കി ഒട്ടുമിക്ക ആളുകളും ഇറങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉണ്ടായിരുന്നവർ ഒരു ഭാഗത്തിരുന്ന് കൂക്കി വിളിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോഴും ചില രാഷ്ട്രങ്ങളുടെ പിന്തുണ നെതന്യാഹുവിനുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കാണണം. അവർ കൈയടിച്ച് നെതന്യാഹുവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ടൈംസ് സ്ക്വയറിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. പലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. അങ്ങനെ ലോകത്ത് നെതന്യാഹു ഒറ്റപ്പെടുന്ന, ലോകത്ത് സമാധാനം കാക്ഷിക്കുന്നവരുടെ വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ രാഷ്ട്രം കണ്ടത്. ഒപ്പം തന്നെ നെതന്യാഹുവിൻ്റെ ഇന്നലത്തെ യാത്ര എന്ന് പറയുന്നത് ഏതാണ്ട് 600 മൈൽ അധികം സഞ്ചരിച്ചാണ് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് നെതന്യാഹുവിന് അത്രയും ചുറ്റി യാത്ര ചെയ്യേണ്ടി വന്നത്, അത്രയും സമയം ചുറ്റി യാത്ര ചെയ്യേണ്ടി വന്നതെന്ന് നോക്കിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന വ്യക്തിയാണ് നെതന്യാഹു. ആ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ഭയം, ലോകത്തെ വിറപ്പിക്കുന്ന, ഗാസയെ ചുട്ടുകരിക്കുമെന്ന് ആവർത്തിക്കുന്ന നെതന്യാഹുവിന് ആ അറസ്റ്റിന്റെ ഭയമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ലോകം ചുറ്റി 600 മൈൽ അധികം പറന്നുകൊണ്ട് നെതന്യാഹു അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ലോകത്തെ വിറപ്പിക്കുന്ന, ഗാസയെ ഇല്ലായ്മ ചെയ്യുന്ന, ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്ന, അവിടെ 65,000-ലധികം മനുഷ്യരെ ചുട്ടുകരിച്ച നെതന്യാഹു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് ഭയക്കുന്നുണ്ട് എന്ന വിവരം അദ്ദേഹത്തിന്റെ ഈ സഞ്ചാരപാത തന്നെ വ്യക്തമാക്കുന്നതാണ്. അത്രയും ചുറ്റി അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ വ്യോമ പരിധിയിൽ കടന്നാൽ തനിക്ക് അറസ്റ്റ് ഉണ്ടാകും, ആ രാഷ്ട്രങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യും, തൻ്റെ വിമാനം ലക്ഷ്യമിടും, അതിനുശേഷം തൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ നെതന്യാഹു യാത്ര ചെയ്തത് എന്നത് വ്യക്തമാണ്. യൂറോപ്പിന്റെ ഭൂരിഭാഗം വ്യോമപാതയും ഒഴിവാക്കിയതോടെ നെതന്യാഹുവിന്റെ വിമാനമായ വിങ്സ് ഓഫ് സയൺ ഏതാണ്ട് 600 കിലോമീറ്റർ അധികം സഞ്ചരിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങൾ വിങ്സ് ഓഫ് സയൺ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തും എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ പേടി.
ഗാസയിൽ ഇസ്രയേൽ നടത്തിയ മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതിയിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ നെതന്യാഹു എന്ന് പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യുമെന്ന് രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളായ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ കടന്നാൽ വിമാനം നിലത്തിറക്കേണ്ടി വരുമെന്നും അറസ്റ്റിലാകുമെന്നും ഉറപ്പായതിന് പിന്നാലെയാണ് ഈ സഞ്ചാരപാത നെതന്യാഹു മാറ്റിയത്. നേരത്തെ അയർലൻഡ് അറസ്റ്റ് തങ്ങളുടെ വ്യോമപാതയിൽ കടന്നാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ ഈ ICCയുടെ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് സ്പെയിനും പ്രഖ്യാപിച്ചിരുന്നതാണ്. അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത രാഷ്ട്രങ്ങളാണ് എങ്കിൽ പോലും ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം നെതന്യാഹുവിനുണ്ട്. കാരണം UK-യും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പലസ്തീൻ എന്ന സ്വതന്ത്ര പദവി ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ രാഷ്ട്രങ്ങൾ അതിനൊപ്പം നിൽക്കുന്നു എന്ന ഭയം ഈ ലോകത്തെ വിറപ്പിക്കുന്ന, ലോകത്തെ അനുസരിക്കാതെ കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനുണ്ട്. അപ്പോൾ നെതന്യാഹുവും ആ ഭയവുമായാണ് നടക്കുന്നത് എന്ന കാര്യം ഇന്നലെ ലോകത്തിനാകെ വ്യക്തമായി. പിന്നെ ഇന്നലെ അദ്ദേഹം UN-ൽ നടത്തിയ പ്രസംഗം, അത് എന്താണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ഈ യുദ്ധം തുടരും എന്ന് അദ്ദേഹം ഇന്നലെ അവിടെ ആവർത്തിച്ചു പറഞ്ഞു. ഫ്രാൻസും UK-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനമെടുത്തതിനെ നെതന്യാഹു നിശിതമായി വിമർശിച്ചു. അവർ മാധ്യമ വാർത്തകളുടെ പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നു. ആരൊക്കെ മാറി ചിന്തിച്ചാലും ഇസ്രയേലിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല, ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് എന്നതാണ് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞത്. ഈ എന്തൊക്കെയാണ് ഗസയിൽ ചെയ്തിട്ടുള്ള നടപടികൾ, അവിടുത്തെ ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള മനുഷ്യരാരൊക്കെയാണ്, അവരുടെ വിവരങ്ങൾ എന്താണ്, തങ്ങൾ എന്തൊക്കെയാണ് ഗസയിൽ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അറിയാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ, അവരുടെ അതിലേക്ക് ആളുകളെ നയിക്കുന്ന സൈറ്റിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ തന്നെ അതിലെ ആ ലിങ്കിലേക്ക് പോകാൻ കഴിയുന്ന ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ അവിടെ എത്തിയിരുന്നത്. മാത്രവുമല്ല, സംസാരിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഈ തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാപ്പ് എടുത്തു കാട്ടി, ശാപം എന്ന ഹെഡ്ലൈനോട് കൂടിയുള്ള മാപ്പ് എടുത്തു കാട്ടി എന്തൊക്കെയാണ് ആ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നത് വിശദീകരിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ട്രംപിനെ വാനോളം പുകഴ്ത്താനും അദ്ദേഹത്തിൻ്റെ പിന്തുണയെ പ്രശംസിക്കാനും നെതന്യാഹു മറന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ കാണണം. ഇസ്രയേലിനെ നിശിതമായി വിമർശിച്ചു. ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷവും അവിടെ ആണവ നിലയങ്ങൾ, ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അത് ഊർജിതമായി നടക്കുന്നുണ്ട് എന്നത് തെളിവുകൾ സഹിതം രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കൂടി നെതന്യാഹു ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണണം. ഇപ്പോൾ നെതന്യാഹു എന്താണ് അവിടെ സംസാരിച്ചത് എന്നത് നമുക്ക് കേൾക്കാം. ആളുകളുടെ ബഹിഷ്കരണത്തിന് ശേഷവും തന്റെ നിലപാടിൽ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നെതന്യാഹു സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. The United States would wipe out that terror regime and ensure that such savagery would never threaten America again. This is precisely what Israel is doing in Gaza. We're wiping out the terror regime of Hamas and ensuring that this savagery will never threaten Israel again. That's what we are doing. That's what any self-respecting government would do. ഞാൻ നേരത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നെതന്യാഹു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഭാഗത്തുള്ള QR കോഡ്, അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ എന്താണ് അവിടെയുള്ള നടത്തിയ ആക്രമണം, ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം എന്നതറിയാം. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. ഹമാസിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇസ്രയേലിൻ്റെ നിലപാട് എന്താണ് എന്നതറിയാം. ഇസ്രയേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതറിയാം. അങ്ങനെ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്നലെ നെതന്യാഹു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ആ QR കോഡ് പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വസ്ത്രമാണ് നമ്മൾ കണ്ടത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇറാനും ഇറാഖും സിറിയയും ലബനനും ഗാസയും
എന്താണ് ഇസ്രയേലിനോട് ചെയ്തത്, ഇസ്രയേൽ അവരിൽ നിന്നേറ്റ വെല്ലുവിളികൾ എന്താണ് എന്നത് വിളിച്ചു പറയാനാണ് നെതന്യാഹു കൂടുതൽ ശ്രമിച്ചത്. ഒപ്പം തന്നെ ഇറാനെ നിശിതമായി വിമർശിച്ചു. ഇറാൻ പഴയതുപോലെ ആണവായുധം നിർമ്മിക്കാൻ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്നത് ആണയിട്ട് പറഞ്ഞു നെതന്യാഹു ഇന്നലെ. ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങിയെന്നും വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിച്ചുവെന്നും ഇത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയെന്നും നെതന്യാഹു പറഞ്ഞു. ഇതോടെയാണ് ഇറാന്റെ ആണവായുധങ്ങളെയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെയും ഇസ്രയേൽ തകർത്തതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഒപ്പം ഹമാസിനെതിരെ ശക്തമായ വാദങ്ങൾ. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും എല്ലാം സംരക്ഷകൻ ഇറാനാണെന്നും ഭീകര കേന്ദ്രമാണ് ഇറാനെന്നും ആരോപിച്ചു. ഈ നെതന്യാഹു ട്രംപിനെ പുകഴ്ത്തിയെന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ട്രംപിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചതാണ്. എങ്കിലും നെതന്യാഹുവിന്റെ ഈ പ്രസംഗത്തിന് ശേഷം ട്രംപ് രംഗത്ത് വരുന്നത് പലസ്തീനിൽ ഒരു വെടിനിർത്തൽ, ഗസയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളുമായിട്ടാണ്. വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സേനയെ നീങ്ങാൻ അനുവദിക്കില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെച്ചു. അപ്പോൾ അത് ഒരു വെടിനിർത്തലിന്റെ സൂചനകൾ നൽകുന്നതായിരുന്നു ട്രംപിന്റെ ഇന്നലത്തെ വാക്കുകൾ. നമുക്കറിയാം, ഈ നെതന്യാഹുവിനെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ബഹിഷ്കരിക്കുന്നു, അതിൻ്റെ പ്രതിനിധികൾ ബഹിഷ്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. നെതന്യാഹു ഒറ്റപ്പെടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വെടിനിർത്തലിൻ്റെ സൂചനകൾ നൽകി ട്രംപ് രംഗത്ത് വരുന്നത് എന്നത് കൂടി നമ്മൾ കാണണം. ഒരു പ്രധാന വഴിത്തിരിവ് ഗസയിൽ ആസന്നമാണ് എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും അവിടെ ഒരു സമാധാന കരാർ ഉണ്ടാകുമെന്നും അതിന് അന്തിമ രൂപം ഉടൻ തന്നെ ആകും എന്നുമൊക്കെയുള്ള സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അതൊരു പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ UAE പ്രതിനിധിയുമായി നെതന്യാഹു ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ UN സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നതുകൂടി കാണണം. ഒരു അറബ് രാഷ്ട്രത്തിന്റെ പ്രതിനിധിയെ ഇസ്രയേൽ കാണുന്നത്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാണുന്നത് ഏറെ നാളിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശയവിനിമയം അവർക്കിടയിൽ ഉണ്ടായി എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു പക്ഷേ ഒരു വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണേണ്ടുന്ന സമയം കൂടിയാണ്. UAE വിദേശകാര്യമന്ത്രിയാണ് ഈ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹു കണ്ടിരിക്കുന്നത്. ഖത്തറിൽ ഉണ്ടായ സൈനിക നടപടിയൊക്കെ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്ക വലുതാണ്. അവർ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നടന്ന കൂടിക്കാഴ്ച എന്ന നിലയിൽ അതിന് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഒരു സമാധാനത്തിന്റെ ഒരു സൂചനയായി ട്രംപിന്റെ വാക്കുകൾ നമ്മൾ കാണണം. ഒപ്പം തന്നെ നെതന്യാഹു UAE വിദേശകാര്യമന്ത്രിയെ കാണാൻ സന്നദ്ധനാവുകയും അത്തരമൊരു ചർച്ച നടക്കുകയും ചെയ്തത് അവരുടെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടലിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. അപ്പോൾ സമാധാനം എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. UN-ൽ നിന്ന് തന്നെയുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവിടെ UN-ൽ സംസാരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഷഹബാസ് ഷെരീഫ് അവിടെ സംസാരിച്ചു. അതിനെ രണ്ടായി നമുക്ക് തിരിക്കാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കള്ളങ്ങൾ. രണ്ട്, ട്രംപിനെ പുകഴ്ത്തൽ. അപ്പോൾ അത് രണ്ടുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കുറേ കള്ളങ്ങളും കുറേ പ്രശംസകളുമാണ്. അപ്പോൾ ആദ്യം കള്ളം എന്താണെന്ന് നോക്കിയാൽ, ഒരു പ്രകോപനവുമില്ലാതെ അതിർത്തിയിൽ ഇന്ത്യ അവരെ ആക്രമിച്ചു എന്ന ഒരു കാര്യം പറയുകയാണ് ഷഹബാസ് ഷെരീഫ്. ആ ആക്രമണത്തിൽ ഇന്ത്യയുടെ 7 വിമാനങ്ങൾ തകർത്തു എന്ന് പറയുകയാണ്. തങ്ങൾ സൈനികമായി ഇന്ത്യക്ക് തിരിച്ചടി നൽകി എന്ന് അവകാശപ്പെടുകയാണ്. അപ്പോൾ ഇതിലെല്ലാം കള്ളം നിറച്ചുകൊണ്ടാണ് ഇന്നലെ ഷഹബാസ് ഷെരീഫ് അവിടെ സംസാരിച്ചത്. ഇന്ത്യക്കെതിരായ കള്ളങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഷഹബാസിനുണ്ടായിരുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് ട്രംപ് ഇടപെട്ടു എന്ന് ഇന്നലെയും ആവർത്തിച്ചു ഷഹബാസ് ഷെരീഫ്. US പ്രസിഡന്റിന്റെ മധ്യസ്ഥത ഉണ്ടായിരുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും എന്നതായിരുന്നു ഷെരീഫിന്റെ പരാമർശം. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയമായ മുതലെടുപ്പിനായി പാകിസ്ഥാനെ ആക്രമിക്കുകയായിരുന്നു എന്നതാണ് ഷഹബാസ് പറഞ്ഞത്. 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തു എന്ന് പറയുന്നു. ഒപ്പം തന്നെ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പുകഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അവരാണ് ആകാശത്ത് വെച്ച് ഇന്ത്യക്ക് ശക്തമായ മറുപടി നൽകിയത് എന്ന് കൂടി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു.
ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ കേൾക്കാം. For peace helped avert a more threatening war in South Asia. Had he not intervened timely and decisively, the consequences of a full-fledged war would have been catastrophic. Who would have lived to tell what happened? And therefore, in recognition of President Trump's wonderful and outstanding contribution to promote peace in our part of the world, Pakistan nominated him for Nobel Peace Prize. And I think this is the least we could do for his love for peace. And I think truly he's a man of peace. Ladies and gentlemen, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഷഹബാസ് ഷെരീഫിന്റെ UN-ലെ പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. അത് ട്രംപിനെ പുകഴ്ത്തുന്നതായിരുന്നു, ട്രംപിന് നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നതായിരുന്നു. സമാധാനത്തിന്റെ പുരുഷൻ എന്നാണ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത് ഷഹബാസ് ഷെരീഫ്. അദ്ദേഹം ഇന്ത്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു, നിർണായക പങ്കുവഹിച്ചു എന്നതാണ് ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്. സമാധാന ശ്രമങ്ങളിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ദക്ഷിണേഷ്യയിലെ യുദ്ധം ഒഴിവാക്കാനുണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതം മഹാദുരന്തമായിരുന്നേനെ എന്ന് പറയുന്നു. ഇത്തരത്തിൽ ലോകത്തെ ആകെ സമാധാനത്തിനായി ശ്രമിക്കുന്ന ട്രംപിനെ പാകിസ്ഥാൻ സമാധാന നൊബേലിനായി ശുപാർശ ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാനാകുന്നത് അതാണ് എന്ന് ഷഹബാസ് ഷെരീഫ് പറയുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാന്റെ തന്നെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു മൂന്നാമതൊരു രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കിയിരുന്നു. അതിന് ഇന്ത്യ സമ്മതിച്ചില്ല എന്നതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ പാകിസ്ഥാനിലെ തന്നെ ഒരു മന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാൾ ലോകത്തോട് പറഞ്ഞ സത്യമാണ് ഷഹബാസ് ഷെരീഫ് UN-ലെത്തി വീണ്ടും കള്ളപ്രചരണത്തിലൂടെ പറയുന്നത് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ നേതാക്കൾക്ക് പോലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല. ട്രംപിനെ പുകഴ്ത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും പാകിസ്ഥാൻ എന്ന് വെളിവാകുന്നതാണ് ഷഹബാസ് ഷെരീഫിന്റെ അവിടുത്തെ വാക്കുകൾ. ഈ കള്ളത്തിന് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി അപ്പോൾ തന്നെ മറുപടി നൽകുന്നു. വലിയ രീതിയിൽ പാകിസ്ഥാൻ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്നലെ തന്നെ പാകിസ്ഥാന് അത്തരമൊരു മറുപടി ഇന്ത്യ നൽകിയതാണ്. ഇന്ന് എസ് ജയശങ്കർ UN-നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ഇന്ത്യ ഇതിന് ശക്തമായ മറുപടി ഇന്ന് തന്നെ ഇന്ത്യ നൽകിയിരുന്നു. അത് പെറ്റൽ എന്ന നയതന്ത്ര ഉദ്യോഗസ്ഥയാണ് കൃത്യമായി പാകിസ്ഥാന്റെ നിലപാടുകൾ എന്താണെന്നും ഭീകരവാദത്തോട് അവർ എങ്ങനെയൊക്കെ സന്ധി ചെയ്തിട്ടുണ്ട് എന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയെ പാകിസ്ഥാൻ എങ്ങനെയാണ് പിന്തുണച്ചതെന്നും അത് UN-ൽ തന്നെ പിന്തുണച്ചിരുന്നു എന്ന കാര്യവും പറയുന്നു. ഒസാമ ബിൻ ലാദനെ പോലെയുള്ളൊരു ഭീകരനെ പാകിസ്ഥാൻ ഒളിപ്പിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭീകരവാദത്തിന്റെ സ്പോൺസറാണ് പാകിസ്ഥാൻ എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ എന്താണ് എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ സംസാരിച്ച ആ വാക്കുകൾ ഇപ്പോൾ വലിയ വൈറലാണ്. ആ നയതന്ത്ര ഉദ്യോഗസ്ഥയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് അർഹിക്കുന്ന മറുപടി നൽകിയ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥയുടെ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കുന്നു. Once again glorified terrorism that is so central to their foreign policy. However, no degree of drama and no level of lies can conceal the facts. This is the very same Pakistan which, at the UN Security Council on 25th April 2025, shielded the Resistance Front, a Pakistani-sponsored terror outfit, from the responsibility of carrying out the barbaric massacre of tourists in the Indian Union Territory of Jammu and Kashmir. Mr. President, a country long steeped in the tradition of deploying and exporting terrorism has no shame in advancing the most ludicrous narratives to that end. Let us recall that it sheltered Osama bin Laden for a decade, even while pretending to partner in the war against terrorism. Its ministers have just recently acknowledged that they have been operating terrorist camps for decades.
It should come as no surprise that once again this duplicity continues, this time at the level of its Prime Minister. പെറ്റൽ ഗെഹ്ലോട്ടിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്രജ്ഞയും ഒപ്പം തന്നെ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി കൂടിയാണ് പെറ്റൽ ഗെഹ്ലോട്ട്. ഏതായാലും ഗെഹ്ലോട്ട് ചുട്ട മറുപടി തന്നെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതിന്റെ ബാക്കി ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ സമയം 10:30 ഇന്ന് UN-ൽ ജയശങ്കർ സംസാരിക്കുക. ഒപ്പം തന്റെ സംഭാഷണത്തിൽ ഹിന്ദുത്വ പരാമർശിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ പ്രസിഡന്റ് സംസാരിച്ചത്. ഹിന്ദുത്വ എക്സ്ട്രീമിസം എന്ന ഒരു വാക്കാണ് ഷഹബാസ് ഷെരീഫ് ഇന്നലെ ഉപയോഗിച്ചത്. അത് ഇന്ത്യയുടെ ഭീകരവാദം, ആ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണി എന്ന ഒരു പരാമർശം കൂടി ഇന്നലെ ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഇന്ത്യക്കെതിരെ നടത്തിയതിലുള്ള ഇന്ത്യയുടെ മറുപടി എന്താണ്, എസ് ജയശങ്കർ നൽകാൻ പോകുന്ന മറുപടി എന്താണ് എന്നത് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരരെ സൃഷ്ടിച്ച രാഷ്ട്രം എന്ന് വിളിപ്പേരുള്ള, അല്ലെങ്കിൽ തെളിവുകൾ സഹിതം അങ്ങനെ ഒരു മോശം ക്രെഡിറ്റ് സ്വന്തം പേരിലുള്ള രാഷ്ട്രമാണ് ഇന്ത്യയെ UN-ൽ ഈ രീതിയിൽ അപഹസിക്കാൻ ശ്രമിച്ചത് എന്നത് കൂടി കാണണം. അപ്പോൾ ശക്തമായ മറുപടിയാണ് UN-ൽ തന്നെ ഇന്ത്യ ഇതിനോടകം നൽകിയിരിക്കുന്നത്. ഇനി ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും അതുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കള്ളങ്ങൾ നിറഞ്ഞതായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദങ്ങൾ. അതിനുള്ള ഇന്ത്യയുടെ മറുപടി എന്താണ് എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ലഡാക്കിലേക്ക് കൂടി നമ്മൾ ഒന്ന് പോവുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ സംസ്ഥാന പദവിയും സ്വയംഭരണ അധികാരവും ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന കലാപം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അവിടെ കൂടുതൽ കർശന നടപടികളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിവരം. അത് നമ്മൾ കണ്ടതാണ്. പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ അറസ്റ്റിനെ തുടർന്ന് ഒരുപക്ഷെ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം എന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലഡാക്കിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ദേശസുരക്ഷാ നിയമപ്രകാരം കഴിഞ്ഞ ദിവസം വാങ്ചുങ്ങിന്റെ അറസ്റ്റ് ഉണ്ടായത്. കലാപത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ ആളുകൾ സംഘടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അനുമതിയില്ലാതെ മാർച്ചോ പ്രതിഷേധ യോഗങ്ങളോ സംഘടിപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനം കട്ട് ചെയ്തു. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഈ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BNS-ലെ സെക്ഷൻ 163 പ്രകാരമാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 5 അതിലധികമോ ആളുകൾ കൂട്ടം കൂടുന്നതിനുള്ള നിയന്ത്രണവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലേക്ക് മാറ്റിയത്. അതേസമയം അവിടെയും ജയിലിന് പുറത്ത് ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. വാങ്ചുക്കിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും പ്രതിഷേധം ഉന്നയിച്ചു. ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ അതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ആ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ വാങ്ചുക്കിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നതാണ് ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ആരോപണം. അതിനിടയിൽ ഈ വാങ്ചുക്കിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് DGP രംഗത്ത് വന്നു. വാങ്ചുക്കിന്റെ പ്രസംഗങ്ങൾ പ്രകോപനപരമായിരുന്നു എന്നും ഇത് പ്രതിഷേധത്തിലേക്ക് നയിച്ചു എന്നതുമാണ് DGP പറഞ്ഞത്. പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു. സമാധാന ചർച്ചകൾക്ക് വാങ്ചുക്ക് തുരങ്കം വെച്ചു. വാങ്ചുക്കിന്റെ സ്ഥാപനം നിയമലംഘനം നടത്തുന്നു എന്ന ബോധ്യപ്പെട്ടതിനാലാണ് അറസ്റ്റ് എന്നതുകൂടി പറയുന്നു. ഈ പ്രശ്നപരിഹാര നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സംഘടനകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ പോലും അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ അടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അവിടെ സംസ്ഥാന പദവി ഒപ്പം തന്നെ സ്വയംഭരണ അവകാശം എന്നതാണ് ഈ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്, അവരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സ്വയംഭരണ അധികാരം എന്നത് നൽകാൻ കേന്ദ്രം
മടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ആ മേഖലയിൽ സ്വയംഭരണ അധികാരം കൊടുക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധക്കാരുടെ മറ്റാവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നപരിഹാരം സാധ്യമാകുമോ എന്നതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഈ സംവരണ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക സ്വയംഭരണ അധികാരം എന്ന അവരുടെ ആവശ്യം അത് സാധ്യമല്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിന് ഈ സംഘടനകൾ യോജിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ട്. കാരണം അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവ് എന്നാണ് പറയുന്നത്. എന്തായാലും അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉടൻ നടക്കും എന്ന വിവരങ്ങളാണ് ലഡാക്കിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സ്വയംഭരണ അവകാശം എന്ന ലഡാക്കിന്റെ ആവശ്യം അത് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അത്തരമൊരു തീരുമാനം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്താൽ അത് സാധ്യമാകും. പ്രതിപക്ഷത്തിനും എതിർപ്പില്ലാത്തതുകൊണ്ട് സാധ്യമാകുമെങ്കിലും അവിടുത്തെ തന്ത്രപ്രധാനമായ മേഖല എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്രം അതിന് മടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വയംഭരണാധികാരം നൽകിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കേന്ദ്രം എത്തില്ല എന്നത് ഉറപ്പായിരിക്കുന്നു. ഈ തന്ത്രപ്രധാന മേഖലയിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരം എന്നത് കേന്ദ്രം ലക്ഷ്യമിടുന്നു. സർക്കാർ ജോലിയിൽ തസ്തികകൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ ഈ സംവരണത്തിലധികം പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. എന്തായാലും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇനി ഒരു പ്രതിഷേധം അവിടെ രൂപം കൊള്ളാത്ത വിധം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒപ്പം ഒരു ഭാഗത്ത് പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ബോധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ആ ഫോർമുല ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല ഈ ലഡാക്കിലെ സംഘടനകൾ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പ്രാരംഭ ചർച്ചകൾ തുടങ്ങിവെച്ച് അടുത്തയാഴ്ചയോടെ ഒരു വിശാലമായ ചർച്ചയിലേക്ക് പോവുക എന്നതാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്നത് മനസ്സിലാകുന്നു. എന്തായാലും തന്ത്രപ്രധാന മേഖല പാകിസ്ഥാനും ഒപ്പം തന്നെ ചൈനയ്ക്കും താല്പര്യങ്ങൾ ഉള്ള ഇടമാണ്. അവിടെ അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഗാൽവാനിലുണ്ടായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്വതന്ത്ര അധികാരം എന്നത് സാധ്യമല്ല എന്ന നിലപാട് കേന്ദ്രമെടുക്കുന്നു. രാജ്യസുരക്ഷയും അതിൻ്റെ അഖണ്ഡതയും അതിർത്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു പ്രക്ഷോഭത്തിലേക്കോ കലാപത്തിലേക്കോ ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണം. അപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടട്ടെ എന്നത് നമുക്ക് ആശിക്കാം. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.